Hello, friends. Welcome back to CMS Creations. It's me, ഷുഹൈദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ചോദ്യം. A equal to 3, 5, 7, 9, 11. B equal to 7, 9, 11, 13. C 11, 13, 15. D 15, 17. ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി, ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ഇൻ്റർസെക്ഷൻസ് ഉണ്ട്. ഒരു 10 ഉണ്ട്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പറുകളുടെ സെറ്റിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെയുള്ള ഓരോന്നിൻ്റെയും ഇൻ്റർസെക്ഷൻസ് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. ഫസ്റ്റത്തത് എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ നോക്കാം. എയിൽ 3 ഉണ്ട്, ബിയിൽ 3 ഇല്ല, അപ്പോൾ 3 ഇല്ല. എയിൽ 5 ഉണ്ട്, ബിയിൽ 5 ഇല്ല. എയിൽ 7 ഉണ്ട്, ബിയിൽ 7 ഉണ്ട്. എയിൽ 9 ഉണ്ട്, ബിയിൽ 9 ഉണ്ട്. എയിൽ 11 ഉണ്ട്, ബിയിൽ 11 ഉണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി 7, 9, 11. കോമൺ ഓഫ് 2 സെറ്റിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. 7, 9, 11. രണ്ടാമത്തത് ബി ഇൻ്റർസെക്ഷൻ സി. എവിടെ ഓക്കെ, ബി ഇൻ്റർസെക്ഷൻ സി. ബിയിൽ 7 ഉണ്ട്, സിയിലില്ല. ബിയിൽ 9 ഉണ്ട്, സിയിലില്ല. ബിയിൽ 11 ഉണ്ട്, സിയിൽ 11 ഉണ്ട്. ബിയിൽ 13 ഉണ്ട്, സിയിൽ 13 ഉണ്ട്. സോ 11, 13. ഓക്കെ, ദെൻ അടുത്ത് എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി നോക്കാം. ഒറ്റടിക്കാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഒരു മിനിറ്റ്, ഫയ്യ പോത്തിനത് ടൈപ്പ് ഞെക്കി. ഒരു മിനിറ്റ്. എ ഏതൊക്കെയാ? എ സി ആൻഡ് ഡി. എയിൽ 3 ഉണ്ട്, സിയിൽ 3 ഇല്ല, അപ്പം തന്നെ പോയി. എ ഇൻ്റർസെക്ഷൻ ബിയിൽ തന്നെ, എ ഇൻ്റർസെക്ഷൻ സി തന്നെ അല്ല. ദെൻ എയിൽ 5 ഉണ്ട്, സിയിൽ ഇല്ല. എയിൽ 7 ഉണ്ട്, സിയിൽ 7 ഇല്ല. എയിൽ 9 ഉണ്ട്, സിയിൽ 9 ഇല്ല. എയിൽ 11 ഉണ്ട്, സിയിൽ 11 ഉണ്ട്, ഡിയിൽ 11 ഇല്ല. അപ്പോൾ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? 5 ആണ് എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, 5. അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ സി. എയിൽ 3 ഉണ്ട്, സിയിൽ 3 ഇല്ല. എയിൽ 5 ഉണ്ട്, സിയിൽ 5 ഇല്ല. എയിൽ 7 ഉണ്ട്, സിയിൽ 7 ഇല്ല. എയിൽ 9 ഉണ്ട്, സിയിൽ 9 ഇല്ല. എയിൽ 11 ഉണ്ട്, സിയിൽ 11 ഉണ്ട്. അപ്പോൾ ഏതാണ്? 11. സെറ്റ് 11. സെറ്റ് 11. ഇതിനെ നമുക്ക് സിംഗിൾട്ടൺ സെറ്റ് എന്നൊക്കെ പറയാം. ഒരു അംഗമുള്ള, ഒരു എലമെന്റ് ഉള്ള സെറ്റ്. ഇനി അഞ്ചാമത്തത് ബി ഇൻ്റർസെക്ഷൻ. ഇവിടെ 5. ബി ഇൻ്റർസെക്ഷൻ ഡി. ഒക്കെ ഒന്ന് മായ്ക്കട്ടെ. ഓക്കെ, ബി ഇൻ്റർസെക്ഷൻ ഡി ആണ്. ബിയും ഡിയും ആണ് കേട്ടോ. ബിയിൽ 7 ഉണ്ട്, ഡിയിലില്ല. ഇതാണ് ഡി കേട്ടോ. ബിയിൽ 9 ഉണ്ട്, സിയിലില്ല. ബിയിൽ 11 ഉണ്ട്, ഡിയിലില്ല. ബിയിൽ 13 ഉണ്ട്, ഡിയിലില്ല. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ ഡിയും എന്താണ്? എം ടി സെറ്റാണ്, അഥവാ 5. അപ്പോൾ അതും എന്താണ്? 5. അപ്പോൾ നമുക്ക് 2 ഇൻ്റർസെക്ഷൻസ് 5 ആയിട്ട് കിട്ടി കേട്ടോ. മൂന്നാമത് അഥവാ എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡിയും നമുക്ക് 5 ആയിട്ട് കിട്ടി. അതേപോലെ ബി ഇൻ്റർസെക്ഷൻ ഡിയും നമുക്ക് എന്തായിട്ട് കിട്ടി? 5 ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് ആറാമത്തത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ ആദ്യം നമുക്ക് ബ്രാക്കറ്റിനുള്ളിലുള്ള ബി യൂണിയൻ സി കാണണം. ആ ബി യൂണിയൻ സിയും എയും തമ്മിലാണ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ആദ്യം ബി യൂണിയൻ സി എടുക്കാലോ. ബിയിലും സിയിലും ഉള്ള കോമ്പിനേഷൻ. അപ്പോൾ 7, 9, 11, 13. 11 പിന്നെ വേണ്ട, 11 ഒരു വട്ടം എടുത്തു.
13 പിന്നെ വേണ്ട, 13 ഒരു വട്ടം എടുത്തു, പിന്നെ 15. അപ്പൊ എലമെന്റുകൾ കിട്ടിയതൊക്കെയാ 7, 9, 11, 13, 15. 7, 9, 11, 13, 15. ഇനി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നോക്കിയേ, എയിൽ 3 ഉണ്ട്, ബി യൂണിയൻ സിയിൽ ഇല്ല, അപ്പൊ 3 വേണ്ട. എയിൽ 5 ഉണ്ട്, ഇതിൽ 5 ഇല്ല, അപ്പൊ ഇതും വേണ്ട. എയിൽ 7 ഉണ്ട്, ഇതിൽ 7 ഉണ്ട്. എയിൽ 9 ഉണ്ട്, ഇതിൽ 9 ഉണ്ട്. എയിൽ 11 ഉണ്ട്, ഇതിൽ 11 ഉണ്ട്. കഴിഞ്ഞു. അപ്പോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താ? 7, 9, 11. ഓക്കെ, 7, 9, 11. ഇനി 6 കഴിഞ്ഞു. ഏഴാമത്തത് എ ഇന്റർസെക്ഷൻ ഡി. എവിടെ പേന? ഇറൈസോൾ. എ ഇന്റർസെക്ഷൻ ഡി ആണ് കേട്ടോ. ഡി ഇവിടെ 15ഉം 17 രണ്ടെണ്ണം ഇതിലല്ലേ, നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. ഇതിൽ 15ഉം 17 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതും എന്താണ്? 5 ആണ്. എം ടി. അവിടെ 15ഉം 17, ഇതിൽ 15ഉം 17 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് എം ടി ആണ്, 5 ആണ്. ഓക്കെ, ഇനി 7 കഴിഞ്ഞു. എട്ടാമത്തത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. അപ്പൊ ആദ്യം നമുക്ക് ബി യൂണിയൻ ഡി കാണണം. ഒരു മിനിറ്റ്. ഓക്കെ, ബി യൂണിയൻ ഡി ട്ടോ. അപ്പൊ ബിയിലുള്ള എല്ലാ എലമെന്റും 7, 9, 11, 13. ഇനി ഇതിൽ ബി യൂണിയൻ ഡി ആണ്. ഡിയിലുള്ള ഏതെങ്കിലും എലമെന്റ് ഇനി ബിയിലുണ്ടോ? 15 നമ്മൾ എഴുതിയിട്ടില്ല, 17 നമ്മൾ എഴുതി. അപ്പൊ എല്ലാം വരും. 7, 9, 11, 13, 15, 17. ഇനി അതിന് 7 ഇന്റർസെക്ഷൻ കൊടുക്കണം. 7 ഇന്റർസെക്ഷൻ. 3 അതിലില്ല, അപ്പൊ അത് വേണ്ട. ഇതിൽ 3 ഇല്ലല്ലോ. 5 ഇല്ല, അപ്പൊ 5ഉം വേണ്ട. ഓക്കെ, 7 ഉണ്ട്, 7 ഉണ്ട്. 9 ഉണ്ട്, 9 ഉണ്ട്. 11 ഉണ്ട്, 11 ഉണ്ട്. എയിലെ നമ്പേഴ്സ് കഴിഞ്ഞില്ലേ, അപ്പൊ അവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി എന്ന് പറയുന്നത് എന്താണ്? 7, 9, 11. 7, 9, 11. ഓക്കെ, ഇനി 9ാമത്തത് എന്താ? 9ാമത്തത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പൊ ആദ്യം എ ഇന്റർസെക്ഷൻ ബി കാണുകയാണേ. ഓക്കെ, ആദ്യം എ ഇന്റർസെക്ഷൻ ബി കാണാണ് കേട്ടോ. എയിൽ 3 ഉണ്ട്, ബിയിലില്ല, അപ്പൊ ഇത് വേണ്ട. എയിൽ 5 ഉണ്ട്, അതിൽ ബിയിലില്ല, അപ്പൊ ഇത് വേണ്ട. 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കിട്ടി. എന്താ? 7, 9, 11. ഇനി ബി യൂണിയൻ സി കാണണം. ബിയും സിയും കൂടി കോമ്പൈൻ ചെയ്യണേ. 7, 9, 11, 13. 11 ഓൾറെഡി നമ്മൾ എഴുതി, അപ്പൊ ഇത് വേണ്ട. 13ഉം നമ്മൾ ഓൾറെഡി എഴുതി, അപ്പൊ ഇത് വേണ്ട. ദെൻ 15. അപ്പോൾ 7, 9, 11, 13, 15. ഇനി ഇതിൽ കമ്പൈൻ ചെയ്ത് വരുന്നത് ഇതിന്റെ ഇന്റർസെക്ഷൻ ഏതൊക്കെയാ? ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം അല്ലെ, 7, 9, 11, 7, 9, 11. ഇതിന്റെ ഇന്റർസെക്ഷൻ എന്താണ്? 7, 9, 11. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ്? 7, 9, 11. ഇനി ലാസ്റ്റത്തത് എ യൂണിയൻ ഡി ആദ്യം കാണണം. എ യൂണിയൻ ഡി. അപ്പൊ 3, 5, 7, 9, 11 എല്ലാം എഴുതി. ഇനി ഡിയുമായിട്ടാണ് 15ഉം 17ഉം. അത് ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ അതിലേക്ക് ഒരു 15ഉം 7ഉം കൂടി കൊടുത്താൽ മതി. യൂണിയനായി. ഇനി ബി യൂണിയൻ സി ആണ്. 7, 9, 11, 13 എല്ലാം വരും. അതിനുശേഷം 11ഉം 13ഉം വേണ്ട, കാരണം അത് ബിയിലുണ്ട്. ഓക്കെ, പിന്നെ ഒരു 15ഉം വരും. 7, 9, 11, 13, 15. ഇനി ഇതിൽ കമ്പൈൻ ചെയ്യുന്നത് ഇന്റർസെക്ഷൻ 3 ഉണ്ട്, പക്ഷെ 3 ഇതിലില്ല, അപ്പൊ 3 വേണ്ട. 5 ഉണ്ട്, 5 ഇല്ല, അപ്പൊ 5 വേണ്ട. 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, 15 ഉണ്ട്, 17 ഇല്ല. ഓക്കെ, അപ്പൊ ആരൊക്കെയാ? 7, 9, 11, 15. ഇവിടെ ഒരു 13 കണ്ടോ മക്കളെ നിങ്ങൾ? ഈ 13 അതിൽ കൂട്ടൂല കേട്ടോ, കാരണം 13 മേലല്ല, നമ്മൾ മേലത്തെ സെറ്റുമായിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കണത്. അപ്പൊ മേലത്തെ സെറ്റ് തീരുമ്പോൾ അത് നിർത്തിയിട്ട് അതിൽ ബാക്കിയുള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 3 ഇവിടെ ഇല്ല, അപ്പൊ 3നെ ക്യാൻസൽ ചെയ്തു. 5 ഇവിടെ ഇല്ല, 5നെ ക്യാൻസൽ ചെയ്തു. 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, 15 ഉണ്ട്, 17 ഇല്ല. അപ്പൊ ഇവിടുത്തെ എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഏതാ? 7, 9, 11,
ആൻഡ് 15. ഓക്കെ, 7, 9, 11 ആൻഡ് 15. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഇന്റർസെക്ഷൻ എന്നുള്ളത്? കോമ്പിനേഷൻ ആണ്, രണ്ട് സെറ്റിന്റെ കോമ്പിനേഷൻ ആണ് ഇന്റർസെക്ഷൻ. എന്താ യൂണിയൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ അല്ല, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ നമ്പേഴ്സ് ആണ്, കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ്. യൂണിയൻ ആണ് എന്ത് പറയുന്നത്? കോമ്പിനേഷൻ. യൂണിയൻ എഴുതുമ്പോൾ നമ്പറുകൾ റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക. ദെൻ ഇന്റർസെക്ഷൻ എഴുതുമ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പറുകൾ മാത്രം എടുക്കുക. ഓക്കെ, കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ അതെന്താണ്? 5 ആണ് കേട്ടോ. അത് കണ്ടോ, കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ അതെന്താണ്? 5, എംപ്റ്റി സെറ്റ്.